ഇതിൽ ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം 2024 ജൂലൈയിൽ ട്രയൽ റൺ ആരംഭിച്ചത് മുതൽ ഇതുവരെയുള്ള വിഴിഞ്ഞത്തിന്റെ പെർഫോമൻസ് അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പ്രതീക്ഷിച്ചതിലും എത്രയോ അധികം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തെത്തി. ഒരുപക്ഷെ വിഴിഞ്ഞത്തിന്റെ ഖ്യാതി ഇപ്പോൾ തന്നെ ലോകത്തെമ്പാടും എത്തുന്ന തരത്തിലൊരു മികച്ച പെർഫോമൻസ് വിഴിഞ്ഞത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ വികസന സ്വപ്നങ്ങൾക്ക് എത്രത്തോളം ആക്കം പകർന്നിട്ടുണ്ട്? നമുക്കറിയാം ശ്രീജ, ഒരു രാജ്യാന്തര കപ്പൽശാലിനോട് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ ചേർന്ന് കിടക്കുന്ന ഒരു തുറമുഖമാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. അതിനും അപ്പുറത്തേക്ക് 24 മീറ്ററാണ് 10 നോട്ടിക്കൽ മൈൽ വരെയുള്ള വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ സ്വാഭാവിക ആഴം. അതായത് രാജ്യാന്തര കപ്പൽശാലിനോട് അടുത്തേക്ക് എത്തുന്ന സ്ഥലം വരെ ഏതാണ്ട് 10 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ 24 മീറ്റർ വരെ സ്വാഭാവിക ആഴമുള്ള രാജ്യത്തെ ഒരേ ഒരു മദർ പോർട്ടാണ് വിഴിഞ്ഞം തുറമുഖം. അത് തന്നെയാണ് ഈ തുറമുഖത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് പിന്നിലായി ആ ദൃശ്യങ്ങളിൽ MSC സെലസ്റ്റിനോ മരിസ്ക, അതായത് ഇന്ന് പ്രധാനമന്ത്രി സ്വീകരിക്കാൻ പോകുന്ന ഒരു പടുകൂറ്റൻ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഏതാണ്ട് 25,000-ന് മുകളിൽ കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു കപ്പലാണ് ആ കിടക്കുന്നത്. അവിടേക്ക് ആ കപ്പൽ ഇങ്ങനെ സുഗമമായി എത്തുന്ന ഒരു കാഴ്ച ഒരു പക്ഷേ 2 വർഷം മുമ്പ് നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ലായിരുന്നു. ഇന്ന് സാധാരണയായി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് വന്ന് കയറുന്നത് പോലെ ഇങ്ങനെ വലിയ വലിയ കപ്പലുകൾ 350-400 മീറ്റർ നീളമുള്ള 67 മീറ്റർ വീതിയുള്ള കപ്പലുകളൊക്കെ വളരെ നിസ്സാരമായി ആ ബർത്തിനടുത്തേക്ക് എത്തുന്ന തരത്തിൽ അത്രമാത്രം പ്രകൃതിദത്ത സ്വാഭാവിക ആഴമുള്ള ഒരു വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകത തന്നെയാണ് അതിനെ മറ്റ് തുറമുഖങ്ങളിൽ നിന്നെല്ലാം, രാജ്യത്തെ മറ്റ് തുറമുഖങ്ങളിൽ നിന്നെല്ലാം അതിനെ വ്യത്യസ്തമാക്കുന്നത്. നമുക്ക് എടുത്തു പറയാം ഓരോ കാര്യങ്ങളായിട്ട്. അതായത് ആ കപ്പലിനോട് ചേർന്ന് കിടക്കുന്ന പുലിമുട്ട് ഏതാണ്ട് 80 ലക്ഷത്തിൽ ടൺ കല്ലുകളാണ് പുലിമുട്ട് നിർമ്മാണത്തിന് വേണ്ടി ഇതിനോടകം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 3.9 കിലോമീറ്റർ നീളത്തിലാണ് ഈ പുലിമുട്ടിന്റെ നിർമ്മാണം. അത് 4 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് ഈ 3 ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ മാറുമെന്നാണ്. 4.5 കിലോമീറ്റർ ദൈർഘ്യമുള്ളാകുന്ന തരത്തിലേക്ക് അതിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കടലിനടിയിലേക്ക് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് 7 നില കെട്ടിടത്തിന്റെ വലിപ്പത്തിലാണ് ഈ പുലിമുട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. അതിന്റെ മുകൾ ഭാഗം മാത്രമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന തരത്തിൽ അവിടെ അവശേഷിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ ജലനിരപ്പിന് മുകളിൽ 7.5 മീറ്ററാണ് അതിന്റെ ഉയരം. താഴെ 22 മീറ്റർ വരെ നീളമുണ്ട്. നിലവിലെ 3.9 കിലോമീറ്ററാണ് ഈ ബ്രേക്ക് വാട്ടറിന്റെ നീളം. അവസാന ഘട്ടം എത്തുന്നതോടെ അത് 4.5 കിലോമീറ്ററായി വികസിപ്പിക്കും എന്നാണ് അദാനി പോർട്ട് അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഈ 1ാം ഘട്ടം പൂർത്തിയാക്കുന്നതിന് വേണ്ടി 63 ഹെക്ടർ ഭൂമിയായിരുന്നു കടൽ നികത്തി മാത്രം എടുത്തത്. നമുക്കിവിടെ നിന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്ന ഈ തുറമുഖത്തിന്റെ യാർഡ്, അതായത് ആ കപ്പലിനോട് ചേർന്ന് കിടക്കുന്ന ആ യാർഡ് നിലനിൽക്കുന്നത് ആദ്യഘട്ടത്തിൽ കടൽ നികത്തിയെടുത്ത സ്ഥലത്താണ് എന്നതാണ് ഏറ്റവും വലിയ വിസ്മയമുണ്ടാക്കുന്ന കാഴ്ച. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് എടുത്തു പറയാൻ. നമുക്കറിയാം ഈ 350 മുതൽ 400 മീറ്റർ വരെ നീളമുള്ള കപ്പലുകൾ വളരെ സ്വാഭാവികമായി അനായാസേന ഈ ബർത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് തരുന്ന അവസരങ്ങളുടെ വാതായനം അത് ചെറുതല്ല. നിലവിൽ 400 മീറ്ററാണ് ബർത്തിന്റെ നീളം. അത് 800 മീറ്ററായി മാറ്റുന്നതോടെ ഒരേ സമയം 5 മദർഷിപ്പുകൾക്ക് ഒരേ സമയം ഇവിടെ വന്ന് ചരക്കിറക്കാൻ കഴിയുന്ന, കണ്ടെയ്നർ നീക്കം നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നതാണ് എടുത്തു പറയേണ്ടുന്നത്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പുലിമുട്ട് നിർമ്മാണം അതിന്റെ ഗതിവേഗം വർദ്ധിച്ചതാണ് ഈ 2028-നകം 3 ഘട്ടങ്ങളും പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു വലിയ പ്രതീക്ഷയിലേക്ക് അദാനി പോർട്ടിനെയും എത്തിച്ചിരിക്കുന്നത്. നിലവിൽ പ്രതിവർഷം 10 ലക്ഷം TU കണ്ടെയ്നർ ശേഷിയുള്ള തരത്തിലേക്ക് ഇതിനെ നിലവിൽ ഉള്ള സാഹചര്യങ്ങൾ അനുസരിച്ച്, അതായത് സെമി ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 10 ലക്ഷം TU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ തുറമുഖത്തെ മാറ്റാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ 2028 ആകുമ്പോൾ 10 ലക്ഷം TU എന്നത് 45 ലക്ഷം TU കണ്ടെയ്നർ ശേഷിയുള്ള രാജ്യത്തെ ഏറ്റവും പ്രമുഖ തുറമുഖമായി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മാറും. അവിടെയാണ് മറ്റ് വിദേശ തുറമുഖങ്ങൾക്ക് മുഴുവൻ, ചൈനയിലെ
ഷാങ്ഹായ് തുറമുഖത്തിനും സിംഗപ്പൂരിനും ദുബായിലെ ജബുലാനിക്കും ശ്രീലങ്കയ്ക്ക് ഉൾപ്പെടെ കൊളംബോ തുറമുഖത്തിന് ഉൾപ്പെടെ വലിയ വെല്ലുവിളിയാകുന്ന തരത്തിലേക്ക് ഈ വിഴിഞ്ഞം മാറും എന്ന് സമുദ്ര നിരീക്ഷകർ അടക്കം നേരത്തെ മുതൽ തന്നെ പറഞ്ഞിരുന്ന കാര്യം അതൊരു യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഏതാണ്ട് 1500 കോടി രൂപയുടെ വിദേശ നാണ്യം നമുക്ക് അതിലൂടെ ലാഭിക്കാൻ കഴിയും. അതായത് നിലവിൽ നമ്മുടെ തുറമുഖത്ത് മദർഷിപ്പുകൾ അടുപ്പിക്കാൻ കഴിയാത്തത് മൂലം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരുന്ന 1500 കോടി രൂപയുടെ വരുമാനം വിഴിഞ്ഞം വരി നമ്മുടെ സർക്കാരിന് തിരികെ ലഭിക്കാൻ പോവുകയാണ്. അങ്ങനെ 1500 കോടി രൂപയുടെ നഷ്ടം മറ്റ് വിദേശ തുറമുഖങ്ങൾക്ക് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മൂലം ഉണ്ടാകാൻ പോകുന്നു. അങ്ങനെ ഒരു